നിധായ ഹൃദി വിശ്വേശം വിധായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയത്തെ തർക്കസംഗ്രഹ. ഈ ഒരു ക്ലാസ്സിൽ തർക്കസംഗ്രഹം എന്ന ഗ്രന്ഥമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് PSCയുടെ സിലബസിലുള്ളതാണ്. നേരത്തെ ആമുഖഭാഗം പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞു AD 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്നംഭട്ടൻ എന്ന ആചാര്യൻ എഴുതിയ കൃതിയാണ് തർക്കസംഗ്രഹം എന്നുള്ളത്. അപ്പോൾ തർക്കശാസ്ത്രത്തിലെ ഒരു പ്രകരണ ഗ്രന്ഥമാണ് തർക്കസംഗ്രഹം എന്ന് പറയുന്നത്. അതായത് പ്രകരണ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ന്യായശാസ്ത്രം പഠിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് തർക്കസംഗ്രഹം എന്ന് പറയുന്നത്. ഇതുപോലെയാണോ വ്യാകരണത്തിൽ ലഘുസിദ്ധാന്ത കൗമുദി ഒരു പ്രകരണ ഗ്രന്ഥമായിട്ട് നിൽക്കുന്നത്? വ്യാകരണം പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ബാലപാഠങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ന്യായശാസ്ത്രത്തിൽ തർക്കസംഗ്രഹം ഒരു പ്രകരണ ഗ്രന്ഥമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? തർക്കസംഗ്രഹ എന്നാണ്. എന്താണ് ഈ പേരിൻ്റെ ഒരു പ്രസക്തി എന്ന് നോക്കാം. തർക്കഃ എന്ന ശബ്ദത്തിന് പദാർത്ഥഃ എന്നാണ് അർത്ഥം. പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾ. നമ്മൾ സാധാരണ ലോകത്തിലെ ഓരോ വസ്തുക്കളെയും പദാർത്ഥം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പദാർത്ഥഃ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വസ്തുക്കൾ എന്നുള്ളതാണ്, വസ്തു എന്നുള്ളതാണ് തർക്കഃ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളൊരു വസ്തുവിനെ പദാർത്ഥം എന്ന് പറയുന്നത്? ഇപ്പോൾ പുസ്തകം എന്നൊരു വസ്തു എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ പദാർത്ഥം എന്ന് പറയും. അതായത് പുസ്തകം എന്നതൊരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആ കാണപ്പെടുന്ന വസ്തു, അതായത് പുസ്തകത്തിൻ്റെ ആകാരം, ആകൃതി എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കാണപ്പെടുന്ന ആ ഒരു വസ്തുവിനെയാണ് പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകം എന്ന പദത്തിൻ്റെ അർത്ഥം ആ കാണുന്ന വസ്തുവാണ്, അല്ലേ? അപ്പോൾ അതുപോലെ മറ്റൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഫോൺ എന്നുള്ള പദം, ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആ രീതിയിൽ കാണപ്പെടുന്ന വസ്തുവാണ് ഫോൺ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഏതെങ്കിലും ഒരു പദത്തിൻ്റെ അർത്ഥമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വസ്തുക്കളെ പദാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ തർക്കഃ എന്ന ശബ്ദത്തിന് പദാർത്ഥഃ എന്നാണ് അർത്ഥം. ഇനി സംഗ്രഹഃ എന്നാൽ എന്താണ്? സംഗ്രഹഃ എന്നാൽ സംക്ഷേപേണ കഥനം, ചുരുക്കിപ്പറയൽ. ചുരുക്കിപ്പറയൽ എന്നാണ് സംഗ്രഹഃ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തർക്കസംഗ്രഹഃ എന്നാൽ തർക്കാണാം സംഗ്രഹഃ തർക്കസംഗ്രഹഃ, പദാർത്ഥങ്ങളുടെ സംഗ്രഹം, അതാണ് തർക്കസംഗ്രഹം. അതായത് ഈ ഗ്രന്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? പദാർത്ഥങ്ങളെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. പദാർത്ഥങ്ങളെ ചുരുക്കി പറയലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ചുരുക്കി പറയൽ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും നമുക്കറിയാൻ പറ്റുമോ? എല്ലാ പദാർത്ഥങ്ങളെയും, എല്ലാ വസ്തുക്കളെയും നമുക്കറിയാൻ പറ്റുമോ? ഒരുപാട് പദാർത്ഥങ്ങളില്ലേ? എത്ര പദാർത്ഥങ്ങളുണ്ട് ഈ ലോകത്ത് എന്ന് ചോദിച്ചാൽ, ആ പദാർത്ഥങ്ങളെയൊക്കെ ചുരുക്കി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലോകത്ത് 7 പദാർത്ഥങ്ങളെ ഉള്ളൂ, 7 തരത്തിലുള്ള വസ്തുക്കളെ ഈ ലോകത്ത് ഉള്ളൂ, 7 പദാർത്ഥങ്ങളെ ഈ ലോകത്തുള്ളൂ എന്ന് വിഭാഗം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതേതാണ് ഈ 7 തരത്തിലുള്ള പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ
ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 7 പദാർത്ഥങ്ങളെ ചുരുക്കി പറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോകത്തിലെ എന്തൊരു പദാർത്ഥത്തെ നമ്മൾ എടുത്താലും അതൊക്കെ ഈ 7 വിഭാഗത്തിൽ പെടും. അതുകൊണ്ട് 7 പദാർത്ഥങ്ങളെ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 7 പദാർത്ഥങ്ങളെ പ്രൗഢമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായിട്ട് വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തർക്കസംഗ്രഹത്തിൽ അതിനെയും ചുരുക്കി ഈ 7 പദാർത്ഥങ്ങളെ തന്നെ അവയുടെ വിവരണം തന്നെ വളരെ ചെറിയ രീതിയിൽ സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഇത് ഒരു ന്യായശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്ന ഒരു പ്രാരംഭകന് വേണ്ടിയുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് 7 പദാർത്ഥങ്ങളെ ചുരുക്കി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മംഗളശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. എന്താണ് മംഗളശ്ലോകം? നിധായ ഹൃദി വിശ്വേശം വിധായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയത്തെ തർക്കസംഗ്രഹഃ. നിധായ എന്നാൽ ല്യബന്ധമവ്യയമാണ്, വെച്ചിട്ട് എന്നർത്ഥം. ഹൃദി എന്നത് സപ്തമി വിഭക്തി ഏകവചനമാണ്, ഹൃദയത്തിൽ എന്നർത്ഥം. വിശ്വേശം എന്നുള്ളത് അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനമാണ്, വിശ്വേശനെ എന്നർത്ഥം. കാശി വിശ്വനാഥനെ എന്നർത്ഥം. അപ്പോൾ വിശ്വേശം ഹൃദി നിധായ, കാശി വിശ്വനാഥനെ ഹൃദയത്തിൽ വെച്ചിട്ട്, വിധായ ല്യബന്ധമവ്യയമാണ്, ചെയ്തിട്ട് എന്നർത്ഥം. ഗുരുവന്ദനം അകാരാന്തം നപുംസകലിംഗം ദ്വിതീയ ഏകവചനമാണ്, ഗുരുവന്ദനത്തെ. അപ്പോൾ ഗുരുവന്ദനം വിധായ എന്നാൽ ഗുരുവന്ദനത്തെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗുരുവിനെ വന്ദിച്ചിട്ട്. ബാലാനാം അകാരാന്തം പുല്ലിംഗം ഷഷ്ഠി ബഹുവചനം, ബാലന്മാർക്ക്. സുഖബോധായ അകാരാന്ത പുല്ലിംഗ ചതുർത്ഥി ഏകവചനം, സുഖബോധത്തിനായിക്കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ക്രിയത്തെ ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ അന്വയം പറയുകയാണെങ്കിൽ വിശ്വേശം ഹൃദി നിധായ, കാശി വിശ്വനാഥനെ ഹൃദയത്തിൽ വെച്ചിട്ട്, ഗുരുവന്ദനം വിധായ ഗുരുവന്ദനത്തെ ചെയ്തിട്ട്, ബാലാനാം സുഖബോധായ ബാലന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിനു വേണ്ടി, അന്നം ഭട്ടേന തർക്കസംഗ്രഹ ക്രിയത്തെ അന്നം ഭട്ടനാൽ തർക്കസംഗ്രഹം ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ ഒരു മംഗളശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പങ്ക്തി എന്നാൽ വരി പറയാണ്. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാഭാവാഃ സപ്തപദാർത്ഥാഃ. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാഭാവാഃ സപ്തപദാർത്ഥാഃ. ഇതാണ് ആദ്യത്തെ പങ്ക്തി. അതായത് പദാർത്ഥങ്ങളെ 7 വിഭാഗം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു പദാർത്ഥങ്ങളെ 7 വിഭാഗം ചെയ്യുന്നു. അപ്പോൾ ഈ 7 പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ്രവ്യം, ഗുണഃ, കർമ്മ, സാമാന്യം, സാമാന്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജാതിഃ എന്നുള്ളത്, വിശേഷഃ, സമവായഃ, അഭാവഃ. ഇതാണ് 7 പദാർത്ഥങ്ങൾ. ഇതൊക്കെയാണ് ദ്രവ്യം, ഗുണഃ, കർമ്മ, സാമാന്യം അഥവാ ജാതിഃ, വിശേഷഃ, സമവായഃ, അഭാവഃ. അപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം ദ്രവ്യം, ഗുണഃ, കർമ്മ, സാമാന്യം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ടെർമിനോളജീസാണ്, അതായത് പാരിഭാഷിക ശബ്ദങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കണം എന്നതാണ് പാരിഭാഷിക ശബ്ദങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നമസ്കാരം.